സംസ്ഥാനത്തെ നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമായിട്ടുള്ള പുതിയ വാർത്തകൾ വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തെ സംബന്ധിച്ചിട്ട് വ്യവസായ അനുമതികൾ ഇനി ഒരു കാരണവശാലും ചുവപ്പ് നാടയിൽ കുടുങ്ങില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആഗോള നിക്ഷേപക സംഗമത്തിന് ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായ വേളയിൽ അതുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി വ്യവസായ അനുമതികൾ ഇനി ചുവപ്പ് നാടയിൽ കുടുങ്ങില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ നിക്ഷേപം നടത്താൻ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. 3 ലക്ഷം കോടിയുടെ പദ്ധതിയാണ് നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രേണുക രാജേന്ദ്രൻ വിവരങ്ങൾ നൽകുന്നു. നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകം ഒട്ടാകെ ഇപ്പോൾ കേരളത്തിനെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് വേണം പറയാൻ. കാരണം കേരളം ഒരു വ്യവസായ നഗരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് നിക്ഷേപകർ എത്താൻ പോകുന്നു, കേരളത്തിൻ്റെ വികസന വളർച്ചയെന്ന് വേണം പറയാൻ. കാരണം 2003 ആദ്യമായിട്ട് കേരളത്തിലൊരു ആഗോളതല ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപകം ഒരു ഗ്ലോബൽ തലത്തിലേക്ക് ആദ്യമായി നടന്നത്. അതിനുശേഷം 2 പദ്ധതികൾ, ഒരു ആഗോള സംഗമം ഉണ്ടായിട്ട് പോലും ഈ 2025 കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഏറ്റവും, അല്ലെങ്കിൽ ലോകമെമ്പാടും കേരളത്തിൽ ഉറ്റുനോക്കുന്ന രീതിയിൽ, വളരെ അതിശയത്തോടെ നോക്കുന്ന രീതിയിലുള്ളൊരു വിപുലമായ രീതിയിലാണ് കേരള ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വ്യവസായ രംഗത്ത് കേരളം അങ്ങ് നെടും തൂണായി, അല്ലെങ്കിൽ കേരളം ഉച്ചകോടിയിൽ എത്തുന്ന ഒരവസ്ഥ എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രിമാരും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വ്യവസായ രംഗത്തെ പിടിച്ചുലർത്തുന്ന കേരളത്തിൽ നിന്നുള്ള യൂസിഫ് അലി പോലെയുള്ള മികച്ചവർ ഈ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. 26 രാജ്യങ്ങളിൽ നിന്നാണ് ഈ 3000-ലേറെ വ്യക്തികൾ ഇവിടെ പങ്കെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു 2 ദിവസങ്ങളായി ഇന്നും നാളെയുമായി നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ ഓരോ പദ്ധതികളും പോകുന്നത്. ഇനി അവരുമായി ഒരു സെമിനാർ തലത്തിലേക്ക് ചർച്ചകൾ നടത്തുന്നുണ്ട്. സെമിനാർ തലത്തിൽ ചർച്ചകളെത്തി എന്താണ് കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രൊജക്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പോകുന്നത്, വിദേശികളുമായിട്ട് കേരളം ഇടപഴകാൻ പോകുന്നു, വ്യവസായ രംഗത്തുൾപ്പെടെ കേരളം ഒരു മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കാൻ പോകുന്നു. ഇത് കേരളത്തിന്റെയും കൂടെ ഒരു വിജയം കൂടി എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. തരൂർ വിവാദമൊക്കെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചോളം മാറി തന്നെ നിൽക്കുകയാണ്. പ്രതിപക്ഷമാണെങ്കിൽ പോലും ഈ ഒരു ചടങ്ങിൽ വന്നപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ വ്യവസായ രംഗത്തെ, അല്ലെങ്കിൽ കേരളത്തിന് ലഭിക്കുന്ന ഒരു വ്യവസായ രംഗത്തെ സ്വാഗതം ചെയ്യുന്നത്. ആഗോളതലത്തിൽ ഈ ഒരു വ്യവസായ രംഗം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും മറ്റുള്ളവർ ഈ കേരളത്തിനായി, അല്ലെങ്കിൽ കേരളം വ്യവസായ രംഗത്ത് പുരോഗമിക്കുന്നതിൽ മറ്റുള്ളവരെല്ലാവരുടെയും ഒരു പിന്തുണയുണ്ട്. കേരളത്തിൽ നിക്ഷേപകർ കൂടാൻ പോകുന്ന ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ 26 രാജ്യങ്ങളുടെ ശ്രദ്ധ കൂടിയാണ് കേരളം ഇപ്പോൾ പിടിച്ചുപറ്റുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുവപ്പുനാടയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? അതിൽ ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ വികസനത്തെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ LDF സർക്കാരിന്റെ ഒരു വിജയം എന്നതിന് പുറമെ കേരളത്തിലൊട്ടാകെ, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന ഒരു വിജയമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് പറയുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവരുന്നതിൽ ഉപരി, അല്ലെങ്കിൽ കേരള സർക്കാർ LDF സർക്കാർ കൊണ്ടുവരുന്നതിലുപരിയായിട്ട് എല്ലാവരുടെയും, എല്ലാ പ്രതിനിധികളുടെയും, ഇപ്പം ഇടതുപക്ഷമാകട്ടെ അല്ലെങ്കിൽ വലതുപക്ഷമാകട്ടെ, എല്ലാ പ്രതിനിധികളുടെയും നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സഹമന്ത്രിമാരുടെയും കേരളത്തിലുള്ള മന്ത്രിമാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും ഒരു പിന്തുണയോട് കൂടിയാണ് ഇപ്പോൾ വികസനം എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. രാജേന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചത്.